ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ലൈഫ് ഓഫ് ദിനോസറിൻ്റെ 4ാമത്തെ വീഡിയോയാണ്. മുൻപുള്ള ചില വീഡിയോയിലൂടെ നമുക്ക് ദിനോസറുകളുടെ കാലഘട്ടത്തെക്കുറിച്ചും, അതായത് മൊസസൈ കാലഘട്ടത്തെക്കുറിച്ചും അവയിലെ ഭൂമിശാസ്ത്രപരമായ ചില കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മുടെ വീഡിയോയിൽ ദിനോസറുകളുടെ ഉത്ഭവത്തെക്കുറിച്ചും ആ കാലഘട്ടത്തിലെ മറ്റ് ഉരഗവർഗ്ഗങ്ങൾ, അതായത് റെപ്റ്റൈൽസുകളെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആൻഡ് പുതുവത്സര ആശംസകൾ നേരുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. ഗ്രീക്ക് പദമായ ഡൈനോസിൽ നിന്നാണ് ദിനോസർ എന്ന പേരിൻ്റെ ഉത്ഭവം. ഗ്രീക്കിൽ ഡൈനോസ് എന്ന് പറഞ്ഞാൽ ഭീകരമായ പല്ലി എന്നൊക്കെയാണ് ഇതിനർത്ഥം. മൃഗങ്ങളുടെ ഏക ഗ്രൂപ്പിനെ, അതായത് റെപ്റ്റൈൽസുകളുടെ ഏക ഗ്രൂപ്പിനെ പൊതുവെ ദിനോസർ എന്നാണ് വിളിക്കാറുള്ളത്. ദിനോസറുകൾ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. പക്ഷേ ഇവയുടെ റെപ്റ്റൈൽസുകളുടെ ഈ ഒരു വർഗ്ഗത്തിലുള്ള എല്ലാ ഗ്രൂപ്പുകളെയും പൊതുവെ ദിനോസർ എന്നാണ് വിളിക്കാറുള്ളത്. 1842 ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ റിച്ചാർഡ് ഓവനാണ് ആദ്യമായി ഇവയ്ക്ക് ദിനോസർ എന്ന പേര് നൽകിയത്. ദിനോസറുകൾക്ക് മുൻപ് ഭൂമിയിൽ ധാരാളം ഉരഗവർഗ്ഗങ്ങളുണ്ടായിരുന്നു, അതായത് റെപ്റ്റൈൽസ് ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അവയ്ക്ക് ഇന്ന് നമ്മൾ കാണുന്ന പല്ലിയുടെ അതേ രൂപസാദൃശ്യമായിരുന്നു. എന്നാൽ ഇന്നത്തെ പോലെ തീരെ ചെറിയ ശരീരമായിരുന്നില്ല അവയ്ക്ക്. ഒരു ക്രിക്കറ്റ് ബാറ്റിനോളം നീളവും ശരീര വലുപ്പവും ഉണ്ടായിരുന്നു. 300 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ആഗോളതാപനം ആരംഭിച്ചപ്പോൾ ഇവർക്കിടയിൽ വലിയൊരു പരിണാമം സംഭവിച്ചു. അങ്ങനെ ഇത്തരത്തിലുള്ള ഉരഗവർഗ്ഗങ്ങൾ, റെപ്റ്റൈൽസ് ഗ്രൂപ്പുകൾ സജീവമായി വികസിക്കാൻ തുടങ്ങി. അത്തരമൊരു പരിണാമഘട്ടങ്ങളിലൂടെയായിരുന്നു ഭൂമുഖത്ത് ആദ്യമായി ദിനോസർ എന്ന വർഗ്ഗം രൂപാന്തരപ്പെട്ടത്. ഉരഗങ്ങളുടെ സാമ്രാജ്യമായിരുന്നു അക്കാലത്ത് നമ്മുടെ ഭൂമി. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തെ ഉരഗങ്ങളുടെ യുഗം അഥവാ ഏജ് ഓഫ് റെപ്റ്റൈൽസ് എന്ന് പറയപ്പെടുന്നു. ദിനോസറുകളുടെ പരിണാമ ചരിത്രത്തെക്കുറിച്ച് വിശദമാക്കുമ്പോൾ സാവറിക്കോസറുകളെ ഒഴിവാക്കാനാവില്ല. പല്ലുവർഗ്ഗത്തിൽപ്പെട്ട ഒരു റെപ്റ്റൈൽസുകളാണ് ഇവ. ദിനോസറുകളുമായി ഏറെ സാമ്യമുണ്ട് ഇവയ്ക്ക്. മെലിഞ്ഞ് തീരെ ചെറിയ ശരീരപ്രകൃതരായ ഇവയ്ക്ക് 10 മുതൽ 30 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരിക്കും. മാംസബുക്കുകളായ ഇവർ നല്ലൊരു വേട്ടക്കാർ കൂടിയാണ്. ചെറുജന്തുക്കളും പ്രാണികളുമൊക്കെയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. കൈകാലുകളിലെ കൂർത്ത് വളഞ്ഞ നഖങ്ങൾ ഉപയോഗിച്ച് മരത്തിൽ കയറി മരപ്പൊത്തുകളിലും മറ്റുമുള്ള പ്രാണികളെയും ചെറുജന്തുക്കളെയും വേട്ടയാടുന്നതിലും ഇക്കൂട്ടർക്ക് പ്രത്യേക കഴിവുണ്ട്. നല്ല വേഗമായിരിക്കും ഇവയുടെ നീക്കങ്ങൾക്ക്. ദിനോസറുകളുടെ ആദ്യകാല രൂപമെന്ന് വേണമെങ്കിൽ ഇക്കൂട്ടരെ പറയാം. അതായത് യഥാർത്ഥ ദിനോസറുകൾ ഭൂമിയിൽ രൂപം കൊള്ളുന്നതിന് മുൻപ്, ട്രയാസിക്കിന് മുൻപ് ഇവ ഭൂമിയിൽ ധാരാളം കണ്ടിരുന്നു. ഇവയുടെ ഫോസിലുകൾ വടക്കേ അമേരിക്കയിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. ആദ്യകാല ദിനോസറുകളിൽ ഒന്നാണ് കൊയിലോഫിസിസ്. ഇവ 221 മുതൽ 190 മില്യൺ വർഷം വരെ ഭൂമിയിലുണ്ടായിരുന്നു. മെലിഞ്ഞ ശരീരപ്രകൃതരായ ഇവർ 2 മുതൽ 9 അടി വരെ നീളവും ഏകദേശം 15 മുതൽ 20 കിലോ ഭാരവും ഉണ്ടായിരിക്കും. ഭൂമുഖത്ത് ആദ്യം പ്രത്യക്ഷപ്പെട്ട ദിനോസർ വർഗ്ഗങ്ങളിലൊന്നാണ് കൊയിലോഫിസിസ്. ഇവരിൽ പെൺവർഗത്തെ അപേക്ഷിച്ച് ആൺവർഗത്തിന് ശരീരവലുപ്പം കൂടുതൽ ഉണ്ടായിരിക്കും. ഇവ മാംസഭോജികളാണ്. മുട്ടയിട്ടാണ് ഇവ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു തവണ 24 മുതൽ 26 മുട്ട വരെ ഇവർ ഇടാറുണ്ട്. ഇവയുടെ മുട്ടയ്ക്ക് 30 മുതൽ 33 മില്ലിമീറ്റർ വരെ വ്യാസമുണ്ടായിരിക്കും. പുത്തുകളിലും മാളങ്ങളിലും ചതുപ്പ് നിലങ്ങളിലുമൊക്കെയാണ് ഇവയുടെ വാസം. ദിനോസറുകളുടെ ആരംഭകാലത്ത് അസോറുകൾ, സിനോഡൻറ്റുകൾ, ഒർണിത്തോസുജിഡുകൾ പോലുള്ള റെപ്റ്റൈൽസ് ഗ്രൂപ്പുകൾ ശക്തമായി ഭൂമിയിൽ ആധിപത്യം പുലർത്തിയിരുന്നു. ഇവരുമായി നീണ്ടകാലത്തെ മത്സരത്തിലൂടെയാണ് ദിനോസറുകൾക്ക് തങ്ങളുടേതായ ഒരു സ്ഥാനം നേടിയെടുക്കാനും ഭൂമിയിൽ കൂടുതൽ ആധിപത്യം നേടാനും സാധിച്ചിരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദിനോസറുകളെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ.